ഇഷ്ടവുമായി ബന്ധപ്പെട്ടതായിരിക്കും. റബ്ബുമായുള്ള ഒരു ഇണക്കം അവന് വല്ലാത്ത അനുഭവങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കും. അഥവാ ഈ ഈമാൻ എന്ന് പറയുന്നത് തീക്കണൽ പോലെയാണ്. തീക്കണലിന്റെ അനുഭവം എന്താണ്? എത്ര കത്തിക്കുന്നുവോ, എത്ര കാറ്റടിപ്പിച്ച് അതിനെ കത്തിക്കുന്നുവോ അത്രയും അത് കത്തും. അത് തന്നെയാണ് ഈമാൻ. ഒരു തീക്കണൽ പോലെ കത്തേണ്ടതാണ് വിശ്വാസം, ഈമാൻ. ആ വിശ്വാസത്തെക്കുറിച്ചാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ വിചാരമുണ്ടാകേണ്ടത്. അതൊരു വല്ലാത്ത നിധിയാണ്. ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള സമ്പത്താണ്, ഏറ്റവും വലിയ നിധിയാണ്. നമുക്ക് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന അത്. നോക്കൂ നിങ്ങൾ, ആ വിശ്വാസത്തിന്റെ ഫലമായാണ് സഹോദര നമുക്ക് യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കുന്നത്. യഥാർത്ഥ മനുഷ്യനാകുന്നത് ആ വിശ്വാസത്തിന്റെ ഫലമായാണ്. അത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ആ വിശ്വാസമാണ്, ആ ഈമാനാണ് നമ്മെ ജോലികൾ ചെയ്യാനും പ്രവൃത്തികൾ ചെയ്യാനും പ്രേരിപ്പിക്കേണ്ടത്. നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലും ജോലികളിലും ഇഖ്ലാസ് നൽകേണ്ടത് ആ വിശ്വാസമാണ്. അലസതയും അലംഭാവവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റേണ്ടത് ആ വിശ്വാസമാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതും നിർബന്ധിക്കേണ്ടതും ആ വിശ്വാസമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ട അമാനത്താണ് എന്ന് നമ്മെ തെര്യപ്പെടുത്തുന്നതും നമ്മോട് സംസാരിക്കുന്നതും ആ ഈമാനാണ്. അതില്ലാത്തവർക്ക് ഇതൊന്നും സംഭവിക്കുകയില്ല. കണ്ടിട്ടില്ലേ, എത്ര ജോലിക്കാരാണ്, മനുഷ്യരാണ്, പ്രവർത്തകരാണ്. ആലോചിച്ചു നോക്കൂ. ഏറ്റെടുത്ത കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. എന്താ? ഈമാനിന്റെ കുറവാണ്. ചെയ്യുന്ന ജോലിയിൽ തീരെ ആത്മാർത്ഥതയില്ല. എന്താ? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനിന്റെ അപചയമാണ്, ഈമാനിന്റെ കുറവാണ്. ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒട്ടും ചിന്തയില്ലാത്ത മനുഷ്യൻ. എന്താണ്? ഈമാനിന്റെ കുറവാണ്. മുഅ്മിൻ അങ്ങനെ ആകരുത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ. മുഅ്മിനുകളെ, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. അടുത്തത് കണ്ടോ, വതഖൂനു അമാനാതികും. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച, നിങ്ങൾ ഏറ്റെടുത്ത അമാനത്തുണ്ടല്ലോ. എന്താ അമാനത്ത്? സമ്പത്തല്ല, സ്വത്തല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത്. അമാനത്ത്, വസിയ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ സ്വത്ത് മാത്രമേ അല്ല. എന്തൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ ആ ഉത്തരവാദിത്തത്തെ, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തെ നിങ്ങൾ വഞ്ചിക്കരുത്. നിസ്സാരമാണ് ചിലർക്ക്. വഅൻതും തഅലമൂൻ. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ ചിലർക്ക് തോന്നും അത് നിസ്സാരമാണ്, ചെറിയ കാര്യമില്ല. ആട്ടെ, ചെറിയ കാര്യമാണെങ്കിലും, ഒരു മൊട്ട് സൂചിയുടെ കാര്യം പോലുമാണെങ്കിൽ പോലും, നിസ്സാരമാണെങ്കിൽ പോലും, ഏറ്റെടുത്ത അമാനത്താകണമെങ്കിൽ, അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കാത്തവരായി മാറണമെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. ആലോചിച്ചു നോക്കൂ, ശക്തിയുള്ളതാണ് ആ വാചകം. ലാ ഈമാൻ, ഈമാനേ ഇല്ല. ആർക്ക്? ലിമൻ ലാ അമാനത ലഹു, അമാനത്ത് നിർവഹിക്കാത്തവന്, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാത്തവന് ഈമാനില്ല. ആലോചിച്ചു നോക്കൂ. അഥവാ അമാനത്തും ഇഖ്ലാസും മനസ്സിലാക്കണം. അമാനത്തും ഇഖ്ലാസും ഈമാനിൽ നിന്ന് നിർഗളിച്ചു വരേണ്ട ശക്തമായ രണ്ട് ഗുണങ്ങളാണ്. ഇത് രണ്ടും എനിക്ക് നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം എന്റെ വിശ്വാസത്തിന് അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടെയാണ് സഹോദരങ്ങളെ നാം നമ്മളെക്കുറിച്ച് അറിയേണ്ടത്. നമ്മുടെ വിശ്വാസം കേവലം മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ ഒതുങ്ങരുത്. മറിച്ച് എന്തായിരിക്കണം? നാം ആഗ്രഹിക്കണം, നാം മനസ്സിലാക്കണം. നമുക്ക് വിശ്വാസത്തിന്റെ കാരണമായി സകലവിധ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തമായ സ്ഥൈര്യവും ധൈര്യവും ഉണ്ടാകണം. ശത്രുക്കളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരാകരുത് വിശ്വാസി, ഒരിക്കലും ആകരുത്. ചാഞ്ചല്യം വിശ്വാസിക്ക് സംഭവിക്കരുത്. അവൻ പ്രവർത്തിക്കുന്ന ഏത് രംഗത്തും അവന് സ്ഥൈര്യമായി നിൽക്കാൻ അവനെ സഹായിക്കുന്നത് അവന്റെ വിശ്വാസമാണ്. മുസീബത്തുകൾ, ആപത്തുകൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ, മരണം വരുമ്പോൾ, നാശങ്ങൾ വരുമ്പോൾ, അവന്റെ ഇച്ഛകളെ, അവന്റെ ഈമാനിനെ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള ഇച്ഛകൾ വരുമ്പോൾ, അവന്റെ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, പോരാ,
അള്ളാഹുവിനെ പരിപൂർണമായി ഇബാദത്ത് ചെയ്തനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥൈര്യവും ഉറപ്പും അവന് നൽകുന്നത് അവന്റെ ഈമാനാണ്. അതാണ് നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് നോക്കൂ നിങ്ങൾ, അതിശക്തമായി അലയടിച്ചു വരുന്നത് പോലെ ശത്രുക്കൾ ആഞ്ഞടിച്ചു വന്നിട്ടും ദുർബലരാണ് എന്ന് സ്വാഭാവികമായി സമൂഹം കരുതിയിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള സമൂഹം സഹാബത്ത് പിടിച്ചു നിന്നു. എന്താ അവരെ പിടിച്ചു നിർത്തിയത്? ഈമാനായിരുന്നു. ആ ഈമാൻ നമുക്കും സ്ഥൈര്യം നൽകണം, ധൈര്യം നൽകണം. അതാണ് ഈമാൻ. അവിടെയാണ് ഈമാൻ. സഹോദരാ, തീർന്നില്ല. ഈമാൻ എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും നമ്മുടെ മനസ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മനസ്സിനെ ഒരിക്കലും ഈമാൻ ഒരിക്കലും പ്രശംസിക്കരുത്. എനിക്ക് മതി, ഞാൻ സമ്പൂർണനാണ്, എന്റെ ഈമാൻ ശക്തമാണ് എന്ന് വിചാരിച്ചല്ല നിൽക്കേണ്ടത്. ഏത് ഘട്ടത്തിലും ഞാൻ എന്റെ മനസ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്റെ ഈമാൻ ദുർബലമാണല്ലോ, എന്റെ വിശ്വാസം ദുർബലമാണല്ലോ. അല്ലേ? അവനാണ് വിശ്വാസി. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത് അതാണ് പഠിപ്പിച്ചത്. കൊച്ചു കൊച്ചു തെറ്റുകൾക്ക് മുമ്പിൽ പോലും അവര് പറഞ്ഞത്, ഞങ്ങളൊരു വലിയ മഹാപർവ്വതം ഞങ്ങളുടെ മുകളിലേക്ക് വീണു പോകുമോ എന്ന രൂപത്തിലാണ് കൊച്ചു കൊച്ചു തെറ്റുകളുടെ മുമ്പിൽ പോലും നിൽക്കാറുള്ളത്. നാം എവിടെ എത്തി നോക്കൂ, ആലോചിച്ചു നോക്കൂ. നമുക്ക് വലിയ തെറ്റുകൾ പോലും ഇന്ന് പ്രശ്നമല്ല, നിസ്സാരമാണ്. എന്താ കാര്യം? നമ്മുടെ ഈമാൻ നമ്മളെ സ്വാധീനിച്ചില്ല. സ്വാധീനിക്കണം, ജീവിതത്തിൽ സ്വാധീനിക്കണം. വലിയ മഹാപാതകങ്ങൾ പോലും നമുക്ക് ചെറിയ പ്രശ്നമാണ്, അല്ലേ? സഹാബത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നു നിൽക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് നമുക്ക് നമ്മുടെ വലിയ തെറ്റുകൾ പോലും തോന്നുന്നത്. പോരാ, നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ സാധിക്കണം, ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കണം. എന്തുകൊണ്ട് എന്റെ ദേഹം അങ്ങനെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരാവുക? അതാണ് ഈമാൻ, അതാണ് നമുക്കുണ്ടാകേണ്ടത്. തീർന്നില്ല സഹോദര. നമുക്ക് സമാധാനം നൽകാൻ, നമുക്ക് സുരക്ഷിതത്വം നൽകാൻ അതിന് സാധിക്കുക നമ്മുടെ വിശ്വാസത്തിന് മാത്രമാണ്. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, ഈമാൻ ഉണ്ടാവുകയും വലം യൽബിസു ഈമാനഹും ബിളുൽം, അവരുടെ ഈമാനിൽ ഒരു തരത്തിലുള്ള അക്രമവും കൂടിച്ചേരാതിരിക്കുകയും ചെയ്താൽ, ഈമാനിലെ അക്രമം, വിശ്വാസത്തിലെ ദുൽമേത, ആ വിശ്വാസത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കറകൾ വരാതിരിക്കുക. അവിശ്വാസം കറയാണ്, അന്ധവിശ്വാസം കറയാണ്, ശിർക്ക് കറയാണ്. ഇതൊന്നും വരാൻ പാടില്ല. ഇതൊക്കെ വന്നാലോ, ഇതൊന്നും വരാതിരുന്നാൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വം ഉണ്ടാകും. നമുക്ക് നിർഭയത്തല്ല, നമുക്ക് പേടിയാ, എപ്പോഴും പേടി. എന്താ കാരണം? നമ്മുടെ ഈമാനിൽ ദുൽമ് വന്നു, കടുത്ത ദുൽമ്, വിശ്വാസത്തിന് വിരുദ്ധമായ അവിശ്വാസം, ശിർക്ക് വന്നു. ശിർക്ക് അവിശ്വാസമാണ്, അത് ദുൽമാണ്, ശക്തിയുള്ള ദുൽമ്, അല്ലേ? ശക്തിയുള്ള ദുൽമാണ്. ഏറ്റവും വലിയ ദുൽമേതാണ്? ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണെങ്കിൽ ഏറ്റവും വലിയ അക്രമമേതാ? അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അത് വന്നാൽ നിർഭയത്വം നഷ്ടപ്പെടും. പിന്നെ എവിടെ ചെന്നെത്തുമെന്ന് ആർക്കും പറയാനാവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഭവിക്കാൻ പാടില്ല. സഹോദര, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകലമാന പക്ഷപാതിത്വങ്ങളും എടുത്തെറിയണം. നാം മുഅ്മിനുകളാണ്. മുഅ്മിനുകൾക്കിടയിൽ ജാതിയില്ല, വിഭാഗീയതയില്ല, പക്ഷപാതിത്വമില്ല, വർഗീയതയില്ല. നമ്മളൊക്കെ മുഅ്മിനുകളാണ്. പക്ഷപാതിത്വമില്ലാത്ത, വർഗീയതയില്ലാത്ത, വിഭിന്നമായ ചിന്താഗതികളില്ലാത്ത മനുഷ്യരാകാൻ മുഅ്മിനുകൾക്ക് മാത്രമേ സാധിക്കൂ. അതാണ് ഈമാനിന്റെ ശക്തി. നാം പറഞ്ഞത്, എല്ലാവരും പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ നമുക്കൊന്നാകാൻ സാധിക്കും. അതാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ. എപ്പോഴാണ് ഒരു ഉമ്മത്താവുക? വഅന